ഈ ഒരു കറി ഉണ്ടെങ്കിലുണ്ടല്ലോ ചോറിന് കൂട്ടാൻ വേറെ ഒന്നും വേണ്ട, പപ്പടം പോലും വേണ്ട. തൈര് മുളക് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ കറി, അതും വെളുത്തുള്ളി ഉള്ളി ഒന്നും ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു കറിക്ക് വേണ്ടി ഞാൻ ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്, ഒരു 3/4 ലിറ്റർ. അത് മിക്സിയിൽ ചേർത്ത് ഒരു 2 പൾസ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 പേർക്ക് സെർവ് ചെയ്യാൻ വേണ്ട ഈ കറിയിലേക്ക് ഞാൻ തൈര് മുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-12 എണ്ണം. അത് നമ്മൾ ഈ എണ്ണ ചൂടാക്കാൻ വെച്ചില്ലേ, അതിലേക്ക് ചേർത്ത് വഴറ്റി അത് വറുത്തെടുക്കണം. എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഒരു മീഡിയം ഹീറ്റഡ് ആയിട്ടുള്ള ഓയിലിലേക്ക് ചേർത്ത് വഴറ്റി ഏകദേശം ഇതുപോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ, അതായത് വറന്ന് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ബാക്കി വന്ന ഓയിൽ, അതിനകത്ത് ഉപ്പിൻ്റെ അംശം കാണും. അതിലേക്ക് തന്നെ നമ്മളിപ്പോൾ 1.5 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് ഒരു 4-5 സെക്കൻഡ് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, പച്ചമുളക് ഒരു 3 എണ്ണം സ്പൈസി ആയിട്ടുള്ളത് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 3ഉം ചേർത്ത് ഒരു 45 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം തീയിലിട്ട്. അതൊന്ന് പാകമായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പൊടികളാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചുമന്ന മുളക് പൊടി ഒരു നിറത്തിന് വേണ്ടി മാത്രം, ചതച്ചെടുത്ത കുരുമുളക് 1 ടീസ്പൂൺ, കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ, ഒന്ന് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ തീ ഒന്ന് ലോയിലേക്ക് മാറ്റി വെച്ചു കൊടുത്തോളൂ. പൊടികളൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഏകദേശം ഒരു 100 ml വെള്ളം, 100 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇതിലിപ്പോൾ ഉപ്പിൻ്റെ അംശം ഉണ്ട് കേട്ടോ. നമ്മളിനി തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സത്തും കൂടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോട്ടെ. ഇത് ഇപ്പോൾ ഏകദേശം 20 സെക്കൻഡോളായി നമ്മുടെ മസാല തിളയ്ക്കുന്നു. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാനേ. ഇനി നമുക്കൊരു 10-15 സെക്കൻഡ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ തിളച്ചു എന്നുള്ള അവസ്ഥയിൽ നിന്നൊന്ന് തണിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തിളയ്ക്കുന്ന സമയത്ത് തൈര് ചേർത്ത് കൊടുത്താൽ അത് പിരിഞ്ഞു പോകും. കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച തൈര് മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം കൂടെ മല്ലിയില ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് അടുപ്പത്തേക്ക് കയറ്റുകയാണ്. അതും ലോ ഫ്ലെയിമിലേക്ക് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. തൈര് ചൂടാകുന്നവരെ നമുക്കിത് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. കീപ് മിക്സിങ്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ കറിയുടെ കൺസിസ്റ്റൻസി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. ഇതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തൈര് അടിച്ചെടുക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം ചേർത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്താൽ മതി. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ചാൽ തൈര് പിരിഞ്ഞു പോകും. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ കറി റെഡിയാണ്. എത്ര ഈസിയാണല്ലേ. ചോറിൻ്റെ കൂടെ ഒരു പപ്പടം പോലും ഇല്ലാതെ നമുക്കിത് കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ. കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.